തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വാഴക്കുളത്ത് വീടിന് നേരെ കല്ലേറ് നടത്തിയ വീട്ടിൽ MLA-യുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാത്യു കുഴൽനാടൻ MLA-യും UDF പ്രവർത്തകരുമാണ് സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് വാഴക്കുളത്ത് വീടിന് നേരെ കല്ലേറ് നടത്തിയ വീട്ടിൽ MLA-യുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. മാത്യു കുഴൽനാടൻ MLA-യും UDF പ്രവർത്തകരുമാണ് സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയത്. വാഴക്കുളം പള്ളിക്കുന്ന് പെരിയക്കോട്ടിൽ റിജോയുടെ വീടിനു നേരെയാണ് വ്യാഴാഴ്ച രാത്രി 12 കല്ലേറുണ്ടായത്. റിജോയുടെ വീടിന്റെ മതിൽ തിരഞ്ഞെടുപ്പ് ഫ്ലെക്സ് സ്ഥാപിക്കുന്ന എതിർക്കെ ചോദ്യം ചെയ്യുകയും ചെയ്ത് ആക്രമണത്തിന് കാരണമായത്. തുടർന്നാണ് MLA-യുടെ നേതൃത്വത്തിൽ സംഘം സന്ദർശനം നടത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. പ്രാഥമികമായി ഈ വിഷയത്തിൽ ഞങ്ങളുടെ മനസ്സിലാക്കുന്ന കാര്യം, അനുമതിയില്ലാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ പ്രചരണം അല്ലെങ്കിൽ ഇതിന്റെ മതിൽ എഴുതുകയും അനുമതിയില്ലാതെ എഴുതുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് വീട്ടുകാർ സ്വീകരിച്ചിരുന്നു. അത് മായ്ക്കാൻ വേണ്ടി നിയമപരമായ നടപടി ആവശ്യപ്പെട്ടു. അവർക്ക് മായ്ക്കേണ്ടി വന്നു. ഇതിനു മുമ്പും അവർ അനുമതിയില്ലാതെ ഈ വീടിന്റെ പരിശ്രമവും അവരുടെ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ അതിനോട് ശക്തമായ വിയോജിപ്പ് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചിട്ടുള്ളവരാണ് ഈ റിജോ അടക്കമുള്ള വീട്ടുകാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാര് ചെയ്താലും ഇതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ഈ നിലയിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ മഞ്ഞള്ളൂരും മൂവാറ്റുപുഴയും ഒരു കാരണവശാലും അംഗീകരിക്കില്ല. പരാജയ ഭീതി കൊണ്ടുകൂടി ആകാം ഒരുപക്ഷെ ഈ നിലയിലുള്ള അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് LDF മാറിയിട്ടുള്ളത്. അത് നിങ്ങളെ കൂടുതൽ ദുർബലരാക്കത്തേ ഉള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ഈ അവസരം. ആക്രമണത്തിൽ വാഴക്കുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.